നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ബ്യൂട്ടി ആസ്വദിക്കണം എന്നാണ് കേട്ടോ പറയാറ്. ഞാൻ ദുബായിൽ വന്നിട്ട് 4 വർഷമായി. 4 വർഷമായിട്ടും പോകാത്തൊരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻസൈഡ് എന്തായിരിക്കും എന്നുള്ള ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമാണ് പുറത്തുനിന്ന് തന്നെ കാണാനൊക്കെ. ഇങ്ങനെ കുറേ ഈ ഒരു ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുമ്പോഴൊക്കെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് പേര്, എല്ലാം ടൂറിസ്റ്റുകാരും അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലത്തെത്തി. നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഉള്ളിൽ ഒത്തിരി കൺട്രീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഒരു ദിവസം മുഴുവൻ എടുക്കും ഗ്ലോബൽ വില്ലേജ് കംപ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പോലെ ഈവനിങ് ഒക്കെ വരുന്നവരാണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കും കേട്ടോ. നല്ല സാവധാനത്തിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ആക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ ഇവിടെയാണെങ്കിൽ ഒത്തിരി കൺട്രീസിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടാവും. ഇന്ത്യ ഓൾസോ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇവിടെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങൾ ഫുഡ് ഐറ്റംസ് എല്ലാം അവർക്ക് മാക്സിമം എന്തൊക്കെ ഷോ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എല്ലാ കൺട്രീസിൻ്റെയും ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും ലേഡീസ് ഐറ്റംസൊക്കെ കാണുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ കണ്ണങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കയറി നോക്കി. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്ത സാധനങ്ങൾ. അങ്ങനെ ഇന്ത്യയുടെ മെയിനായിട്ട് എലിഫൻറ്റിനൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണേ. ഇതാണ് നമ്മുടെ സർപ്രൈസ്. ദുൽഖർ സൽമാൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ദുൽഖർ നമ്മളിങ്ങനെ അടുത്തുനിന്നായിട്ട് കാണാൻ പറ്റി. ദുൽഖറിൻ്റെ കാന്ത മൂവീൻ്റെ പ്രൊമോഷനായിട്ട് വന്നായിരുന്നു കേട്ടോ. ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 അല്ലെങ്കിൽ 2 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്തിടാൻ പോകുന്നത് കേട്ടോ. ഞാൻ നോർമലി യൂട്യൂബ് ചാനൽ പിന്നെയും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറേ വീഡിയോ ഓരോ സ്ഥലത്ത് പോകുമ്പം വീഡിയോ എടുത്തിടണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. ആ ഒരു സമയത്തൊന്നും ഇടാൻ പറ്റാറില്ല. നാളെ ഞാനെല്ലാം കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ 1 by 1 ആയിട്ട് പോകുന്നതും മീൻസ് ഓരോ സ്ഥലത്ത് പോയതൊക്കെ കാണിച്ചു തരാം ഞാൻ. പിന്നെ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ ഒത്തിരി ലേഡീസിൻ്റെ ഐറ്റംസ് ഉണ്ട്. എല്ലാം 5 dirhams മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രേസ്ലെറ്റ്, ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ അവിടുന്ന് കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ നേരെ അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ച് പോകണം. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് പോകുമ്പം എൻ്റെ മൈൻഡിൽ എന്താണെന്ന് അറിയാം, ഞാൻ കുറച്ച് സംഭവങ്ങളെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ഇനിയും അവിടെ ഒത്തിരി കാണാനുണ്ട്. നെക്സ്റ്റ് പോകണം.